ലേറ്റസ്റ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനായിട്ട് KDSCIൽ നിന്നാണ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഏതൊക്കെ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ വേക്കൻസി എന്ന് പറയുന്നത് 5 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBA ഉണ്ടായിരിക്കണം, പിന്നെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ മിനിമം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. പറയുന്ന ഫീൽഡ് മാർക്കറ്റിംഗ് ഓർ സെയിൽസ് പ്രൊമോഷൻ ഓർ ബിസിനസ് ഡെവലപ്മെൻറ്റ്. പറയുന്ന ഫീൽഡ് നിങ്ങൾക്ക് 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം 35 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 35 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 25 ബേസ് ചെയ്തിട്ടാണ് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പെർ മന്ത് കിട്ടുന്ന സാലറി 30,000 ആണെന്ന് ഓർത്തിരിക്കുക. രണ്ടാമത് വിളിച്ചിരിക്കുന്ന പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് K-SWIFTിലേക്കാണ്. 5 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ MSCA ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇൻ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഇൻ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏജ് ലിമിറ്റ് പറയുന്നത് 35 വയസ്സിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഇവിടുത്തെ സാലറി എന്ന് വെച്ചാൽ 30,000 പെർ മന്ത് കിട്ടുന്നത്. അടുത്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസ്റ്റ് ആണ്. 2 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിഗ്രി വിത്ത് MBA ഫിനാൻസ് ഓർ CA ഓർ CMA ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇൻ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്, ഫിനാൻഷ്യൽ മോഡലിംഗ് ഓർ ഇക്വിറ്റി ഓർ ഡിബറ്റ് മാർക്കറ്റ് റിസർച്ച്, പ്രോജക്റ്റ് പ്രിഷൻ ആൻഡ് ഷെയർ ഇക്വിറ്റി അനാലിസിസ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് വാല്യൂഷൻ. ഇപ്പോൾ ഇത്രയും ഇതിൽ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യും. ഇവിടുത്തെ ഏജ് ലിമിറ്റ് പറയുന്നത് 35 വയസ്സിന് മുകളിൽ പോകാൻ പാടില്ല. 40,000 സാലറി പെർ മന്ത് കിട്ടുന്നത്. അതുപോലെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. ദെൻ IT അനലിസ്റ്റ് ആണ് മുന്നീട് വിളിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വേക്കൻസി എന്ന് പറയുന്നത് 1 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BTech കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇതിൽ നിങ്ങൾക്ക് ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ 5 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം ഇൻ ITL എന്ന് പറയുന്നുണ്ട്. ദെൻ ഇവിടുത്തെ ഏജ് ലിമിറ്റ് പറയുന്നത് 40 വയസ്സിന് മുകളിൽ പോകാൻ പാടില്ല. അതോടൊപ്പം 40,000 സാലറി എന്ന് പറയുന്നത്. ഇത്രയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ വേക്കൻസി എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ അപേക്ഷിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. www.kdisc.org എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ www.cmd.kerala.gov. എന്ന് പറയുന്ന ഈ 2 വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 9/4/2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2025 ഓർത്തിരിക്കാം. ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 200 KB നിർത്തണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം JPG ഫോർമാറ്റിൽ അയക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ വേണം സിഗ്നേച്ചർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടുത്തെ സിഗ്നേച്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 50 KB ആയിരിക്കണം. അതായത് ലെസ് ദാൻ 50 KB ആയിരിക്കണം. JPG ഫോർമാറ്റിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്, അത് ഏജ്, കാസ്റ്റ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് അങ്ങനത്തെ ഉള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം 400 MB കുറഞ്ഞ JPG ഫോർമാറ്റിലാക്കിയാണ് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവിടെ പറയുന്നുണ്ട് എല്ലാ കാൻഡിഡേറ്റും കമ്പൽസറി ആയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയായിരിക്കണം ഫില്ല് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. അതായത് പിന്നീട് ഇവിടെ പറയുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിന് ഇൻറ്റിമേഷൻ, അതായത് കോൾ ലെറ്ററൊക്കെ കിട്ടുന്നത് SMS അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയൊക്കെയാണെന്നാണ് ഇവിടെ സെലക്ഷൻ പ്രോസസ്സ്. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഇൻഫോം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മെയിലിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം, എന്താണ് സ്പാം, അതുപോലെ ചങ്ക് മെയിൽ ഫോൾഡറിലൊക്കെ ആയിരിക്കും ഇൻഫർമേഷൻ മെസ്സേജ് ഒക്കെ വന്ന് കിടക്കുന്നത്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്യണമെന്ന് ഇവരിവിടെ പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന KDSCIൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി. പിന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയ ഡേറ്റ് 9/4/2025, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 30/4/2025 ഓർത്തിരിക്കുക. അപ്പോൾ BA BTech അത് MBA MSc ഒക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നവർ അപ്ലൈ ചെയ്യുക. താങ്ക് യു.